പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ഞായറാഴ്ച ഒക്ടോബർ 6-ാം തീയതി പ്രഖ്യാപിച്ച 21 കർദിനാളന്മാരിൽ ഒരാളായ ജോർജ് കൂവക്കാട്ട് അച്ഛൻ ഇന്ത്യക്കാരനും സിറോ മലബാർ സഭയിലെ അംഗവുമാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മെ എല്ലാവരെയും ആഹ്ലാദത്തിലാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ട് അച്ഛൻ വൈദിക പരിശീലനം പട്ടം സ്വീകരിച്ചത് അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവ് ചങ്ങനാശ്ശേരിയിൽ മെത്രാപ്പോലിത്തയായിരുന്ന കാലത്താണ്. പിന്നീട് അദ്ദേഹം നൺഷ്യേച്ചർ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പല നൺഷ്യേച്ചറുകളിലും ജോലി ചെയ്തു. ഈ അവസാന വർഷങ്ങളിൽ പരിശുദ്ധ പിതാവിൻ്റെ വിദേശയാത്രാ പരിപാടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വിദേശ പരിപാടികളുടെ ക്രമീകരണങ്ങളും പിതാവിൻ്റെ യാത്രയുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ പിതാവിൻ്റെ സന്ദർശന പരിപാടികളിലെ സുരക്ഷിതത്വവുമെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു നിർവഹിക്കപ്പെട്ടിരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ജോർജ് കൂവക്കാട്ടച്ചൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളുടെ സവിശേഷതകളുമെല്ലാം നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 51 വയസ്സ് പ്രായമേ ഉള്ളൂ എന്ന് വരികിലും ഒരു കർദിനാൾ എന്നുള്ള നിലയിൽ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ തീർച്ചയായിട്ടും മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടച്ചന് സാധിക്കുമെന്നതിൽ സംശയമില്ല. അദ്ദേഹം ഇതുവരെയും നിർവഹിച്ച ശുശ്രൂഷകളിലെല്ലാം അതുപോലെയുള്ള ഒരു സാമർഥ്യവും പക്വതയും പ്രകടിപ്പിച്ചിട്ട് ഉണ്ട്. എല്ലാ കാര്യങ്ങളിലുമുള്ള അറിവും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള വിവേകവും എല്ലാം അച്ഛൻ്റെ സ്വതസിദ്ധമായ ഗുണങ്ങളാണ്. പരിശുദ്ധ പിതാവ് ഒരിക്കൽ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞു, ജോർജ് അച്ഛൻ നോ എന്ന് പറയുന്നതും പുഞ്ചിരിയോടുകൂടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കാത്തത് അവതരിപ്പിക്കുന്നത് പുഞ്ചിരിയോടുകൂടിയാണെന്നാണ് പിതാവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഈ സവിശേഷമായിട്ടുള്ള പ്രവർത്തന ചാതുര്യം പരിശുദ്ധ പിതാവിനെ ആകർഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സഭയ്ക്കും സമൂഹത്തിനും വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകുമെന്നതിൽ നമുക്ക് പ്രത്യാശിക്കാം. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി ശുശ്രൂഷ കർദിനാൾ സംഘത്തിലുള്ളത്, വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കുന്ന ശുശ്രൂഷകളിലുള്ളത് ദൈവത്തിന് പ്രീതികരവും മനുഷ്യർക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്നതുമായി തീരട്ടെ. കാരുണ്യവാനായ കർത്താവ് അദ്ദേഹത്തിൻ്റെ കർദിനാൾ പദവിയിലുള്ള ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.